ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം സഹിക്കുന്ന ക്രിസ്തു, സുഖിക്കുന്ന ക്രിസ്ത്യാനികൾ. അതെങ്ങനെ ചേർന്ന് പോകും എന്നുള്ളത് നമ്മൾ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒട്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളായിട്ട് മാറണം, ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്നും യേശുക്രിസ്തു ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാര്യം സഹനമാണ്. നമ്മൾ സാവൂൾ പൗലോസായിട്ട് മാറിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ സഭയെ ഇടിച്ചു പൊളിക്കുന്ന ആ ഒരു സാവൂൾ 9-ാം അധ്യായത്തിലാണ് യേശുവിനെ കണ്ടുമുട്ടിയ, യേശു അവൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ ആരെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ക്രിസ്ത്യാനികളെ നീ പീഡിപ്പിക്കുമ്പോൾ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾ സഹിക്കുമ്പോൾ, ക്രിസ്ത്യാനികളുടെ ജീവിതം ക്രിസ്തീയ ജീവിതമായി മാറാതിരിക്കുമ്പോൾ അവിടെയെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബാംഗങ്ങളെ ആയിരിക്കാം, മറ്റുള്ളവരെ ആയിരിക്കാം നമ്മൾ വേദനിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ തന്നെ പീഡിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ? ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്. അപ്പനും അമ്മയും രണ്ടുപേരും അധ്വാനശീലരാണ്. അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ജോലി ഭാരങ്ങളുണ്ട്. വളർത്തു മൃഗങ്ങൾ, അതിൻ്റെ കാര്യം നോക്കണം, ജോലി അത് ചെയ്യാൻ പോകണം. അങ്ങനെ കുടുംബം പോറ്റാൻ വേണ്ടി രണ്ടുപേരും അധ്വാനിക്കുന്നവർ. പക്ഷെ അവർ വേദനയോടെ സൂചിപ്പിച്ചൊരു കാര്യം, മക്കൾ 3 പേരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം പോലും ഒന്ന് കഴുകി വെക്കത്തില്ല. കുക്കിങ്ങിന് അവരാരും സഹായിക്കാറില്ല. അങ്ങനെയുള്ള വീട് ക്ലീൻ ചെയ്യാൻ അവരാരും സഹായിക്കാറില്ല. അവർ 3 പേര് അവരുടെ ലോകത്താണ്. ഭക്ഷണ സമയത്ത് കിട്ടണം, അതമ്മ ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിച്ചാൽ ആ പാത്രം ഒന്ന് കഴുകി പോലും വെക്കത്തില്ലെന്ന്. അപ്പം അങ്ങനെയുള്ളവർ അവർ ഇഷ്ടപ്പെടുന്നത് സുഖജീവിതം. യേശുക്രിസ്തു സഹിച്ച ഒരു വ്യക്തിയാണ്, ഇന്നും സഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവിടെ സഹിക്കുന്നത്, വേദനിക്കുന്നത് യേശു തന്നെയാണ്. ഈ സഹോദരങ്ങളിൽ ഒരാളെ നീ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് എന്നുള്ള കാര്യം സാവൂളിന് യേശു വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ കൂടി വചനത്തിൻ്റെ പിൻബലത്തോടു കൂടി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ആരാകണം ക്രിസ്ത്യാനികൾ? നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത് എപ്പോഴാണ്? എങ്ങനെയെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേരുമായിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനികളാകണമെന്നില്ല. ആരായിരിക്കണം ക്രിസ്ത്യാനികൾ? ഇനി വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. വെറുതെ ഒരു പേരുള്ളത് കൊണ്ടോ വല്ലപ്പോഴും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറണമെന്നില്ല. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. ഗലാത്യർ 3:27 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച വ്യക്തി ക്രിസ്ത്യാനി. ഇനി ഈ മാമോദീസ ജ്ഞാനസ്നാനം എന്തിനു വേണ്ടിയായിരുന്നു? 2 കാര്യങ്ങളാണ് ഗലാത്യർ 3:27 നമ്മളെ പഠിപ്പിക്കുക. യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ. രണ്ടാമത്തെ കാര്യം, യേശുവിനെ ധരിക്കാൻ. യേശുവിനെ ധരിക്കാൻ, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ. ഇതാണ് മാമോദീസയുടെ ലക്ഷ്യം. ആ ഒരു കാര്യം നിറവേറ്റി ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. നമുക്ക് വേണമെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാകാം. യേശുവിനോട് ഐക്യപ്പെടാതെ വേണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാതെ നമുക്ക് ലോകത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിൽ വ്യാപരിച്ച് ലോകത്തോട് മമത വെച്ച് പുലർത്തി നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. മനുഷ്യർ നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആകുന്നില്ല. മർക്കോസ് 10-ാം അധ്യായം 38-ാമത്തെ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന സെബദീ പുത്രന്മാർ അവർ ചില ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. ഒരാൾക്ക് അവൻ്റെ ഇടത്തും മറ്റേയാൾക്ക് വലത്തും ഇരിക്കാനുള്ള ആ സീറ്റ് ഒന്ന് റിസർവ് ചെയ്യുക. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, യേശു ചോദിച്ചൊരു കാര്യം, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിച്ച് ഞാൻ നടക്കുന്ന അതേ പാതയിൽ സഞ്ചരിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ ക്രിസ്തു കുടിച്ച പാനപാത്രം കുടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണമെന്ന്. മത്തായി 16:24 വായിച്ചാലോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിക്കണം, കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അതാണ് ആ വചനത്തിൻ്റെ കാതലായ സന്ദേശം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിറവേറ്റാൻ പരിശ്രമിക്കാതെ ഒരു ക്രിസ്ത്യാനി എന്ന പേരുമായിട്ട് നടന്നിട്ട് എന്ത് കാര്യം? ബാഹ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് അതിൽ കർത്താവ് സംപ്രീതനാകണമെന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:25 വചനം എടുക്കുമ്പോൾ യേശു ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം കൂടാതെ എന്നെ അവർ വെറുത്തു. കാരണം ഉണ്ടായിട്ടല്ല, കാരണം കൂടാതെ അവരെന്നെ വെറുത്തു എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം നിൻ്റെ ജീവിതത്തിലേക്ക് വരാം. വീണ്ടും നമ്മൾ യോഹന്നാൻ 15:18 വായിച്ചാൽ, നമ്മൾ ലോകത്തെ വെറുത്താൽ
ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ ലോകം വെറുക്കും. ഈശോ പറഞ്ഞത് ലോകം എന്നെ വെറുത്തു. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന നിങ്ങളെയും ലോകം വെറുക്കും. പക്ഷേ അത് വെറും താൽക്കാലികമാണ്. അതിലൂടെ നമുക്ക് താൽക്കാലികമായ സഹനത്തിന് അനുപമമായ മഹത്വം ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ അതിനുള്ള വിളിയാണ് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ എന്ത് പ്രതീക്ഷിക്കണം? കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 3:12 വായിച്ചാൽ, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പീഡനങ്ങൾ അവർ പ്രതീക്ഷിച്ചേ പറ്റൂ. പീഡനങ്ങൾ അവർ പ്രതീക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാലേ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അവർക്ക് നയിക്കാൻ പറ്റുള്ളൂ. യാക്കോബ് 4-ാം അധ്യായം 4-ാമത്തെ വചനം പറയുന്നത് എന്താണ്? ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ദൈവത്തോട് മൈത്രി വെച്ച് പുലർത്തിയാൽ ലോകത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 2:15-16 വചനങ്ങൾ വായിക്കുമ്പോൾ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടാകില്ല എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ്. മത്തായി 6:24 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റില്ല. ഒരാളെ നമ്മൾ സേവിക്കുമ്പോൾ മറ്റേയാൾ നമ്മളെ തിരസ്കരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തെ മാമോനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സുഖജീവിതം ദുഃഖത്തിന് കാരണമാകും. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനിക്ക് പറഞ്ഞിരിക്കുന്നത് സുഖജീവിതമല്ല. യേശുക്രിസ്തു ഒരിക്കലും യഥാർത്ഥ വഴി വിട്ട് ഒരു എളുപ്പ വഴിയായിട്ട് ആരുടെയും ജീവിതത്തിൽ മാറിയിട്ടില്ല. യേശുക്രിസ്തു യഥാർത്ഥ വഴിയാണ്. യഥാർത്ഥ വഴിയെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ലൂക്ക 21:34 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സുഖലോലുപത പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്ന കാര്യമാണ്. സുഖലോലുപത സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാകുന്ന ഒരു കാര്യമാണ്. ലൂക്ക 12:13 മുതൽ വായിക്കുമ്പോൾ, ഭോഷനായ ധനികൻ അവന് ലക്ഷ്യം വെച്ചത് സുഖജീവിതം, സമ്പത്തുണ്ടാക്കുക, അത് സുഖിച്ച് ജീവിക്കുക. പക്ഷെ അവൻ്റെ അന്ത്യം പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 16-ാം അധ്യായം 19 മുതൽ വായിച്ചാൽ, ലൂക്ക 16:19 മുതൽ, ധനവാനും ലാസറും. അവിടെ ധനവാന് സംഭവിച്ചത് ഈ ഭൂമിയിൽ സുഖമായി ജീവിച്ചു, പക്ഷെ അവന് പിന്നീട് വന്നത് നരകതുല്യമായിട്ടുള്ള ഒരു സഹനമാണ് എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 ലെവലിൽ ജീവിക്കാൻ പറ്റും. ഒന്നുകിൽ സുഖജീവിതം, എല്ലാത്തിനും ഒരു സുഖം വേണം എന്ന് പറഞ്ഞ് സുഖലോലുപതയിൽ ജീവിക്കാം. രണ്ടാമതൊരു ലെവൽ, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനുള്ള വഴികൾ തേടി പോകാം. അതിനേക്കാൾ ഉയർന്ന ഒരു ലെവലാണ് ആനന്ദം ലക്ഷ്യമാക്കി ജീവിക്കുക. ആനന്ദം ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. സന്തോഷം എപ്പം വേണേലും നമുക്ക് നഷ്ടപ്പെടാം. ആനന്ദം അത് നമുക്ക് ഒരു കൂടപ്പുറപ്പായിട്ട് നമ്മളെ കൂടെ നിൽക്കും. അവർ ലക്ഷ്യത്തോടു കൂടി ഇനിയെങ്കിലും ജീവിക്കുവാൻ വേണ്ട തീരുമാനമെടുത്തുകൊണ്ട് അതിനു വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.